അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്മി ഓൺലൈൻ അസസ്മെൻറ്റ് മൈക്രോസോഫ്റ്റ് ഫോംസ് ഉപയോഗിച്ച് എങ്ങനെ നിർവഹിക്കാമെന്ന് വിശദീകരിക്കുകയാണ് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ. ആദ്യമായി നിങ്ങൾക്ക് ഓഫീസിൽ നിന്നും ലഭിച്ച മൈക്രോസോഫ്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അത് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കുറിച്ച് വച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അയച്ചു തരുന്ന അസസ്മെൻറ്റിൻ്റെ ലിങ്ക് ഇന്ന് ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്കൊരു ഡെമോ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതൊരു ട്യൂട്ടോറിയൽ മാത്രമാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഓൺലൈൻ അസസ്മെൻറ്റ് എങ്ങനെ നിർവഹിക്കാമെന്നാണ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അയച്ചു തരുന്ന ലിങ്ക്, വാട്സപ്പ് വഴി അയച്ചു തരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഒരു വെബ് ബ്രൗസറിലേക്കാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് എന്നൊരു മെസ്സേജ് ഉണ്ടാകും. ഒന്നുകിൽ ഏറ്റവും മുകളിലുണ്ടാകും, നേരെ ഏറ്റവും അടിയിലുണ്ടാകും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതാണ് പ്രധാന ടാസ്ക്. അവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് യൂസർ നെയിം ചോദിക്കും. യൂസർ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ച മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസർ നെയിമാണ്. അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് @asmischools.com. അത് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ, ചില മൊബൈലിൽ സൈൻ ഇൻ എന്നുണ്ടാകും, ചില മൊബൈലിൽ നെക്സ്റ്റ് എന്നുണ്ടാവും. അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാസ്വേഡ് പ്രോംപ്റ്റ് ചെയ്യും. പാസ്വേഡ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അയച്ചു തന്ന അതേ പാസ്വേഡ് തന്നെയാണ്. അങ്ങനെ പാസ്വേഡ് കൊടുക്കുമ്പോൾ അടുത്ത പേജ് നിങ്ങളോട് ചോദിക്കുന്നത് ന്യൂ പാസ്വേഡ് ആയിരിക്കും. അതായത് നമ്മൾ ഓഫീസിൽ നിന്നും അയച്ചു തരുന്ന പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള പാസ്വേഡ് നൽകാൻ വേണ്ടിയാണ്. പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കുക, ഫെമിലിയറായ പാസ്വേഡ് കൊടുക്കാതിരിക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെക്യൂരിറ്റി മെഷറാണത്. എന്ന് പറഞ്ഞാൽ നേരെ അസ്മി അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് സ്കൂൾ അല്ലെങ്കിൽ ABCD 1 2 3 4 അതുപോലത്തെ പാസ്വേഡ് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ മെസ്സേജ് വരും, ഇത് ടു ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഒരുപാട് വട്ടം സെവറൽ ടൈംസ് ഉപയോഗിച്ചതാണ് എന്നൊക്കെ മെസ്സേജ് വരും. അപ്പോൾ കുറച്ച് ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ലിങ്ക് ഓപ്പൺ ആവും. നമ്മുടെ അസസ്മെൻറ്റിൻ്റെ ഡെമോ അസസ്മെൻറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ആവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ, ഒരു കോപ്പി നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ആകും. നമ്മുടെ ലിങ്ക് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൊബൈലിലാണെങ്കിലും പിന്നെ ലാപ്പിലാണെങ്കിലും PC-യിലാണെങ്കിലും ഒക്കെ നേരെ മുകളിൽ ഷെയർ എന്ന ഓപ്ഷൻ കാണാം. ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഷെയർ എന്ന ഓപ്ഷൻ കാണാം. ആ ഷെയർ ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ ഷെയർ ദി ലിങ്ക് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കോപ്പി എന്ന് പിന്നെ ഒരു ഫീൽഡ് ഉണ്ടാവും. ആ കോപ്പി ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ മൈക്രോസോഫ്റ്റിലുള്ള ടാസ്ക് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നേരെ പോവേണ്ടത് വാട്സപ്പിലേക്കാണ്. വാട്സപ്പിൽ പോയിട്ട് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണോ എത്തിക്കുന്നത്, ഗ്രൂപ്പ് വഴിയാണെങ്കിൽ ഗ്രൂപ്പ് വഴി, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നേരെ എത്തിക്കുകയോ അങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നേരെ ഷെയർ എന്ന് പിന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. ആ ലിങ്ക് നിങ്ങൾ നേരെ രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുക്കുക. അവർ പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് നേരെ അസസ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ അസസ്മെൻറ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനൊക്കെ ആൻസർ ചെയ്യേണ്ടത്, അതിനുശേഷം അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇവാലുവേഷൻ എക്സലിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത്, മൊബൈലിൽ വഴിയും മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ PC വഴിയും മാറ്റാൻ പറ്റും. എങ്ങനെയാണത് എക്സലിലേക്ക് മാറ്റുക, എന്നിട്ട് അതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സിങ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള രണ്ടാമത്തെ ട്യൂട്ടോറിയൽ ഇൻഷാ അള്ളാഹ് 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ പോയിൻ്റാണ്. നിങ്ങൾക്ക് അസ്മി ഓഫീസിൽ നിന്നും നൽകുന്ന അസസ്മെൻറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ എങ്ങനെയാണ് രക്ഷിതാക്കൾക്ക് എത്തിക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എത്തിക്കുക എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കൂളിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഇമെയിലായിട്ടും ഉപയോഗിക്കാവുന്നതാണ്.
അത് പലർക്കും അറിയാമായിരിക്കും. പിന്നെ മൊബൈലിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നിങ്ങൾ പിന്നെ ഗൂഗിളിൽ ഓഫീസ് 365 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മുകളിൽ തന്നെ ഓഫീസ് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ പിന്നെ ഔട്ട്ലുക്ക്, ആദ്യം തന്നെ ഔട്ട്ലുക്ക് ഓഫീസ് ഉണ്ടാകും. പിന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ്, അതുപോലെ തന്നെ അതിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ ആപ്പുകളും അവിടെ താഴെ കാണാം. അതിൽ നിങ്ങൾ ഔട്ട്ലുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇമെയിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവശ്യത്തിന് കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ഒരു ഇമെയിൽ കൊടുത്താൽ ആ ഒരു ഇമെയിലിലേക്ക് വരുന്ന ഇൻബോക്സുകളൊക്കെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു ഡെമോ ലിങ്ക് നിങ്ങൾ ചെയ്തു, അവിടെ പാസ്വേഡ് മാറ്റി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി 8-ാം തീയതി നടക്കുന്ന ഡെമോ അസസ്മെൻറ്റിൽ ആ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നേരെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയേ വേണ്ടൂ. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മൊബൈലിൽ അത് സൈൻ ഇൻ ആണെങ്കിൽ, ഓട്ടോമാറ്റിക് സൈൻ ഇൻ ആണെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ആ ലിങ്ക് ഓപ്പൺ ആയിട്ട് മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അത് ആ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരെ ഷെയർ ചെയ്യുകയേ വേണ്ടൂ. ഇന്ന് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇനി വരുന്ന റിയൽ അസസ്മെൻ്റ് ആണെങ്കിലും അതുപോലെ അല്ലെങ്കിൽ ട്രയൽ അസസ്മെൻ്റ് ആണെങ്കിലും എന്തായാലും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ പോകുന്നത് ഈ ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിലേക്കായിരിക്കും. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് പിന്നെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ കോപ്പി ചെയ്ത് വാട്സപ്പിലേക്ക് അയക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. ഫസ്റ്റ് ഇന്നാണ് നിങ്ങളുടെ ഈ ഡെമോ ട്രയലിൽ മാത്രമേ നിങ്ങൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സൈൻ ഇൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അയച്ചു തന്ന പാസ്വേഡ് കൊടുത്തതിന് ശേഷം മറക്കാത്ത, ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത എന്നാൽ സ്ട്രോങ് ആയ പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് വരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ട്യൂട്ടോറിയലുമായി ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞ് കാണാം. ഇവിടെ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.